ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജന്മാഷ്ടമി സ്പെഷ്യലായിട്ട് ചീട റെസിപ്പിയാണ്. എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കളറൊന്നും മാറണ്ട. ഇതിപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചീട ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ എടുത്തു വെക്കാനായിട്ട് പറ്റും. അതിനായിട്ടാണ്. ഇനി അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് 2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യില്ലെങ്കിൽ വെണ്ണയാണേലും ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യും വെണ്ണയും ഇല്ലെങ്കിൽ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് മിക്സ് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം കുറച്ചായി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ജീരകം, കറുത്ത എള്ള്, ജീരകവും കറുത്ത എള്ളിന്റെയും അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ 1 ടീസ്പൂൺ അളവ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ ചൂടുള്ള സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമുക്കിത് ചീടയ്ക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കയ്യിൽ മാവ് ഒട്ടാതിരിക്കാനായിട്ട് കയ്യിൽ നല്ലെണ്ണ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സൈസ് വേരിയേഷൻസ് വേണമെങ്കിൽ അങ്ങനെയും വരുത്താം. അപ്പോൾ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ചീട ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ ചീട ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വിട്ട് വരും. ഇട്ട് കൊടുത്ത വഴിയെ ഇളക്കരുത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെ ആവും. ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം വിട്ട് വരും. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് എളുപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീട റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. സിദ്ധീസ് ഫുഡ് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.